നമുക്ക് എല്ലാവർക്കും 37 സങ്കീർത്തനം അതിൻ്റെ 4-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 37 സങ്കീർത്തനത്തിൻ്റെ 4-ാമത്തെ വാക്യം സുപരിചിതമായ വചനമാണല്ലോ. യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവിടുന്ന് നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നിനക്ക് തരും. വളരെ സുപരിചിതമായ വേദഭാഗം, പലപ്പോഴും നമ്മൾ വായിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിച്ച ദൈവത്തിൻ്റെ വചനം. ഇന്ന് ഇതിൽ നിന്നും ചില കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ഓർപ്പിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനായിട്ട് ഞാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നു. മലയാളത്തിൽ ആ വാക്യം വായിക്കുമ്പോൾ യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, പക്ഷേ തമിഴിൽ വളരെ അർത്ഥമുണ്ട് ആ വാക്യത്തിന്. അവിടെ രസിച്ചു കൊള്ളുക എന്നുള്ള ആ പദം തമിഴിലെ മനമകിഴ്ചയായിരുങ്ങൾ എന്ന് പറഞ്ഞാൽ യഹോവയുടെ സന്നിധാനത്തിൽ അല്ലെങ്കിൽ യഹോവയിൽ മനമകിഴ്ചി, സന്തോഷത്തോടെ ആനന്ദത്തോടെ ആയിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ യഹോവയിൽ രസിച്ചു കൊള്ളുമ്പോൾ, യഹോവയുടെ സന്നിധിയിൽ മനമകിഴ്ചയായിരിക്കുമ്പോൾ, ആനന്ദിക്കുമ്പോൾ, അടുത്ത കാര്യം പറയുന്നു, യഹോവ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നിനക്ക് സാധിപ്പിക്കും. ഈ ആഗ്രഹങ്ങൾ എന്ന് പറയുന്ന ആ വാക്ക് കുറച്ചും കൂടെ ആഴമുള്ള ഒരു പദമാണ് തമിഴിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എപ്പോഴും തമിഴ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്നെ വേറെ ഒരു അതെ 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 തമിഴ്നാന്ന് വിചാരിക്കേണ്ട. പലരും എന്നോട് ചോദ്യമാണ്, എവിടെയാ തമിഴ്നാട്ടിൽ എവിടെയാന്ന് ചോദിക്കുക. ഞാൻ പക്ക തൃശ്ശൂർകാരനാണ്. വേണ്ടി വന്ന തൃശ്ശൂരും ഭാഷ ഞാൻ ഉപയോഗിക്കും. വേണ്ട, ഇപ്പം നമുക്ക് വേണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, തമിഴാണ് ഏറ്റവും നല്ല ആദ്യത്തെ ട്രാൻസ്ലേഷൻ. അതാ, ഇംഗ്ലീഷിൽ നിന്നും ആദ്യത്തെ ട്രാൻസ്ലേഷൻ തമിഴാണ്. ആത്മീയ ഭാഷയും കൂടെ, ഭക്തി ഭാഷയാ. എത്ര വ്യാഖ്യാനം കിട്ടിയപ്പോൾ തമിഴിന്? അവിടെ നമ്മുടെ കൊച്ചുങ്ങളെ വാടാ പോടാന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അവർ അത് ഇതാകില്ല. അതിന് ആ വാക്കുകൾക്ക് തന്നെ വളരെ അർത്ഥമുള്ള വാക്കുകൾ ഉപയോഗിക്കും. തമ്പി, നമ്മൾ ഡാ വാടാ പോടാ തമ്പി അല്ലേ? അപ്പോൾ നല്ല ഭക്തിയുള്ള വാക്കുകൾ. അപ്പോൾ ഈ തമിഴ് വാക്കിൽ ഈ ആഗ്രഹങ്ങൾ സാധിപ്പിക്കും എന്നുള്ളതിന് തമിഴിൽ കൊടുത്തിരിക്കുന്നത്, നിന്റെ പ്രാർത്ഥനയെ, നിന്റെ വേണ്ടുതലൈ കർത്തർ കേപ്പാർ, നിന്റെ പ്രാർത്ഥനയെ ദൈവം കൈക്കൊള്ളും. അങ്ങനെയാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ചിന്താ വിഷയം ആഗ്രഹങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിലെ വാഞ്ചയെ മാനിക്കുന്ന, നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ മാനിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ്. നമ്മുടെ ഹൃദയത്തിലെ പ്രാർത്ഥനയെ കേൾക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ്. അപ്പോൾ ഒരു ചോദ്യം ഉയരും, എല്ലാ പ്രാർത്ഥനയും ദൈവം കേൾക്കുമോ? എല്ലാ ആഗ്രഹങ്ങളെയും ദൈവം സാധിപ്പിക്കുമോ? സ്തോത്രം. അതിനുള്ള മറുപടിയാണ് 37 സങ്കീർത്തനം 4-ാമത്തിൻ്റെ ആരംഭവാക്യം. യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക. യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക. അപ്പോൾ ഈ യഹോവയിൽ രസിച്ചു കൊള്ളുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത്? ഹല്ലേലൂയ. അതിൻ്റെ വേറൊരു വേർഷനാണ് 91 സങ്കീർത്തനത്തിൻ്റെ 14-ാം വാക്യത്തിൽ കിടക്കുന്നത്. വായിക്കാം. 91:14. അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും. അപ്പോൾ യഹോവയിൽ തന്നെ രസിക്കുക എന്നുള്ള ആ വാക്കിൻ്റെ കുറച്ചും കൂടെ ആഴമായ അർത്ഥം മനസ്സിലാക്കുവാൻ, ദൈവത്തോട് പറ്റിയിരിക്കുക, ദൈവത്തോട് ചേർന്നിരിക്കുക, ദൈവമായുള്ള അഭേദ്യമായ ബന്ധത്തിൽ നിലനിൽക്കുന്നവരുടെ പ്രാർത്ഥനയെ, ആഗ്രഹങ്ങളെ ദൈവം സാധിപ്പിക്കും. ഹല്ലേലൂയ. ഇനി 145 സങ്കീർത്തനത്തിൻ്റെ 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്,
അല്ല, യഹോവ ഭക്തന്മാരുടെ 19 തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹത്തെ അവൻ സാധിപ്പിക്കും. എൻ്റെ വിഷയം ഇതാണ്, നമ്മുടെ ആഗ്രഹങ്ങളെ ദൈവം സാധിപ്പിക്കണമെങ്കിൽ, നമ്മുടെ പ്രാർത്ഥനയെ ദൈവം സാധിപ്പിക്കണമെങ്കിൽ അതിന് മുൻപ് ദൈവം വച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ് എന്നിൽ സന്തോഷിക്കുക, എന്നോട് പറ്റിയിരിക്കുക എന്നുള്ളത്. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്ന ആഗ്രഹങ്ങളെ മാനിക്കുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? ദൈവത്തോടു കൂടെ ചേർന്നിരിക്കുകയും ദൈവം തന്നെ ആശ്രയമായിരിക്കുകയും ദൈവത്തിൽ തന്നെ രസിക്കുകയും ചെയ്യുന്ന ഒരു ഭക്തന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. അവന്റെ ആഗ്രഹത്തെ കൂടെ ദൈവം മാനിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവവുമായി അഭേദ്യമായ ബന്ധം, ഒരിക്കലും ദൈവത്തെ വിട്ടുപിരിയാതെ ദൈവത്തോട് തന്നെ ചേർന്നിരിക്കുന്ന ഒരു ഭക്തന്റെ ആഗ്രഹത്തെ മാനിക്കുന്ന ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. ഒരിക്കൽ ഒരു മനുഷ്യന് ആഗ്രഹം തോന്നി. നമുക്കില്ലാത്തൊരു ആഗ്രഹമാണ് അദ്ദേഹത്തിന് തോന്നിയത്. അദ്ദേഹം ഒരിക്കൽ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എനിക്ക് നിന്നെ ഒന്ന് കാണണം. നമ്മൾ അങ്ങനെ ഒരു ആഗ്രഹമൊന്നും പറയാറില്ല. കർത്താവ്, നിന്നിൽ നിന്നും വല്ലതും കിട്ടുന്നെങ്കിൽ ആയോട്ടെ, പക്ഷെ നിന്നെ കാണണമെന്നുള്ള ആഗ്രഹമൊന്നും ഞങ്ങൾക്കില്ല. അവിടുന്ന് എന്തെങ്കിലും കൽപ്പിച്ചു തന്നാൽ 2 കൈയും നീട്ടി സ്വീകരിക്കാൻ ഈ അടിയങ്ങൾ പുഴുവിനെ പോലെ ഏൽപ്പിച്ചു തരുന്നു. നല്ലതാ. പക്ഷെ ഈ ഭക്തന്റെ ഒരു ആഗ്രഹം, ഈ ഭക്തന്റെ ഹൃദയത്തിലൊരു വാഞ്ച, ദൈവമേ, എനിക്ക് അങ്ങേ ഒന്ന് കാണണം. ഇന്ന് എത്ര പേർ ആഗ്രഹിക്കും? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ശബ്ദം നമ്മൾ കേൾക്കുന്നുണ്ട്, ദൈവവചനം നമ്മൾ കേൾക്കുന്നുണ്ട്. ദൈവത്തിൽ നിന്നും പലപ്പോഴായി പല പ്രാവശ്യമായി നമ്മൾ അനുഗ്രഹങ്ങൾ പ്രാപിച്ചവരാണ്. പക്ഷേ ഈ വർഷത്തിന്റെ അവസാന ദിവസം ദൈവത്തിന്റെ ആത്മാവ് ബുദ്ധി ഉപദേശിക്കുന്നു. എത്ര പേർ ദൈവത്തിന് വേണ്ടി ആഗ്രഹിക്കും? ഹല്ലേലൂയ. എത്ര പേർ ദൈവത്തിന് വേണ്ടി ആഗ്രഹിക്കും? ഗ്ലോറി ടു ഗോഡ്. ദൈവത്തിൽ നിന്നും പ്രാപിക്കുന്നതിനേക്കാൾ ഒരുപടി, എന്താ പറയാ, ഒരുപടി സ്റ്റെപ്പ് ഞാൻ പറയട്ടെ, ദൈവത്തെ ആഗ്രഹിക്കുക. ദൈവത്തെ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവം നിന്റെ ആഗ്രഹത്തെ സാധിപ്പിക്കും. ഹല്ലേലൂയ. നീ ദൈവത്തെ ആഗ്രഹിക്കുവാൻ തയ്യാറാണോ? ദൈവസന്നിധിയിൽ ആനന്ദിക്കുവാൻ തയ്യാറാണോ? ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുവാൻ തയ്യാറാണോ? അങ്ങനെയെങ്കിൽ നിന്റെ ആഗ്രഹത്തെ മാനിക്കുന്ന, നിന്റെ ആഗ്രഹത്തെ നിറവേറ്റുന്ന ഒരു ദൈവമുണ്ട്. ഈ മനുഷ്യന്റെ ആഗ്രഹം, ദൈവമേ, അങ്ങേ ഒന്ന് കാണണം. അങ്ങയുടെ ശബ്ദം മാത്രമേ കേട്ടിട്ടുള്ളൂ, അങ്ങയുടെ സാന്നിധ്യം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, പക്ഷെ അങ്ങേ ഒന്ന് കാണണമെന്ന് ഈ മനുഷ്യന്റെ ആഗ്രഹം. അതാരാണ്? മോശയായിരുന്നു. അപ്പോൾ ദൈവം പറഞ്ഞു, മോനെ, എന്നെ കണ്ടവരാരും ജീവിച്ചിരിപ്പില്ല. നിന്റെ ആഗ്രഹമൊക്കെ കൊള്ളാം, നല്ല ആഗ്രഹമാണ്, പക്ഷെ നീ ചോദിച്ചത് കടത്തി വെട്ടിച്ചു, മറ്റുള്ളവരെ എല്ലാം കടത്തി വെട്ടിച്ചു കൊണ്ടുള്ളൊരു ചോദ്യമായിരുന്നു എന്നെ കാണണമെന്നുള്ളത്. പക്ഷേ ഭക്തന്റെ ആഗ്രഹത്തെ അറിഞ്ഞ ദൈവം മോശയുടെ ആഗ്രഹത്തെ കൈയൊഴിഞ്ഞില്ല. ആ ആഗ്രഹത്തെയും ദൈവം മാനിച്ചു. ഹല്ലേലൂയ. ഇന്ന് നിന്റെ ഹൃദയത്തിൽ നിന്നും ഉയരുന്ന ആഗ്രഹം ദൈവവുമായി താരതമ്യം ചെയ്യുമ്പോൾ അത് ദൈവഹിതമാണോ എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ ആഗ്രഹം ദൈവം സാധിപ്പിക്കും. കാരണം ദൈവത്തോട് പറ്റിയിരിക്കുന്നവർക്ക്, ദൈവത്തിൽ ആനന്ദിക്കുന്നവർക്ക്, ദൈവവുമായി അഭേദ്യമായ ബന്ധമുള്ളവർ ദൈവഹിതമായത് മാത്രമേ ചോദിക്കുകയുള്ളൂ, ആഗ്രഹിക്കത്തുള്ളൂ. ഹല്ലേലൂയ.
അതോടുകൂടെ എൻ്റെ ഒരു കാര്യം കൂടെ ആഗ്രഹം ഞാൻ പറയാം. ആഗ്രഹമാണ് ദൈവഹിതമായി സാധിക്കാൻ പോകുന്നത്. 24 വർഷം ഞാൻ കോയമ്പത്തൂരിൽ പ്രവർത്തിച്ചു. പക്ഷേ എൻ്റെ മനസ്സിലൊരു ശൂന്യതയായിരുന്നു. ശൂന്യത. അനുഗ്രഹിക്കപ്പെട്ട സഭ തന്നു, ആത്മാക്കളെ തന്നു, എങ്കിലും ഹൃദയത്തിലൊരു ശൂന്യത. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം, തമിഴ്നാടിൻ്റെ പ്രദേശങ്ങളിലൊക്കെയും സുവിശേഷം അറിയിക്കുവാനോ പരസ്യങ്ങൾ നടത്തുവാനോ മറ്റു സുവിശേഷീകരണങ്ങളൊന്നും സാധ്യമല്ല. പരസ്യമായി ഒരു കാര്യവും സാധ്യമല്ല. അപ്പോൾ ഈ ഞായറാഴ്ച ഒരു ദിവസത്തെ ആരാധന മാത്രമായി ചുരുങ്ങി. എൻ്റെ കാര്യമാട്ടോ പറയുന്നത്. ഒരു ഞായറാഴ്ച ആരാധനയായി ചുരുങ്ങിയപ്പോൾ അത് എൻ്റെ ഹൃദയത്തിന് വേദനയായി മാറി. ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി, കർത്താവേ, ഇത് പോരാ, ഇങ്ങനെ പോരാ, അങ്ങയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം കർത്താവേ, അങ്ങയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ആകണം കർത്താവേ, അങ്ങയെ ഞാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് സുവിശേഷം പറയണം, എനിക്ക് പരസ്യയോഗങ്ങൾ നടത്തണം, എനിക്ക് അങ്ങയ്ക്ക് വേണ്ടി ഇനിയും 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 ഓടണമെന്നുള്ള ആ താല്പര്യം, ആഗ്രഹത്തെ ദൈവസന്നിധിയിൽ അറിയിച്ചപ്പോൾ ദൈവം അത് മാനിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. പിന്നെ കർത്താവിനദാസനോട് ഒരു കാര്യം ഓർപ്പിച്ചു, തലമുറ നശിച്ചു പോകരുത്. എൻ്റെ തലമുറ നശിച്ചൊന്നും പോയിട്ടില്ല. പക്ഷെ എൻ്റെ ഒരു പ്രോബ്ലം ഞാൻ പറയാം. എൻ്റെ ഒരു പ്രോബ്ലം ഞാൻ പറയാം കേട്ടോ, നിങ്ങൾ പുറത്ത് പറയരുത്. ഒരു ഞായറാഴ്ചയായി കഴിഞ്ഞാൽ ഞാൻ കോയമ്പത്തൂർ പോകും. ആദ്യം എൻ്റെ വൈഫും എൻ്റെ മകളും ചർച്ച കൂടി പോകും. എൻ്റെ മോൻ ഇവിടെ വരും. ഈ കാനാമച്ചൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് 3 സഹോദരിമാരുണ്ടായിരുന്നു. അപ്പം ആരെയും പണക്കരുത് എന്ന് വിചാരിച്ച് ഒരു സഹോദരി ശാരോണിക്ക് കൊടുത്തു, ഒരു സഹോദരി IPSക്ക് കൊടുത്തു, ഒരു സഹോദരി AGക്ക് കൊടുത്തു. അപ്പം ആർക്കും പിണക്കില്ലല്ലോ. പക്ഷെ ഞാൻ ചിന്തിച്ചപ്പോൾ, ഞാൻ കോയമ്പത്തൂർ പോകുന്നു, എൻ്റെ വൈഫ് അവിടെ പോകുന്നു, എൻ്റെ മോൻ ഇവിടെ പോകുന്നു. അപ്പോൾ എനിക്കൊരു ഭാരമായി, കർത്താവ് അങ്ങനെ പറ്റില്ല. കുടുംബമായി ആലോചിച്ച് പറ്റുകയുള്ളൂ. കുടുംബമായി അവിടുത്തെ വേലയിൽ വർദ്ധിച്ചു വരണം. എൻ്റെ മക്കൾ എൻ്റെ കൂടെ നിൽക്കണം, ഇടത്തും വലത്തുമായി നിൽക്കണം. അവർ സുവിശേഷ വേലയിൽ വളരണം. അവർ സുവിശേഷ വേല എന്താണെന്ന് പഠിക്കണം. അവർ പഠിച്ചു വളരണം. ദൈവമഹത്വം അവർ കാണണം. അതെൻ്റെ ഒരു പ്രാർത്ഥനയായിരുന്നു. ആ പ്രാർത്ഥനയുടെ ഫലമാണ് ദൈവഹിതമായാൽ നമ്മൾ ആരംഭിക്കാൻ പോകുന്ന സഭ. ഭക്തന്റെ ആഗ്രഹത്തെ മാനിക്കുന്ന ദൈവം ചില ആഗ്രഹങ്ങളെ ദൈവം തൻ്റെ ഹിതമായി ഏറ്റെടുക്കും. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാ. എല്ലാ ആഗ്രഹങ്ങളും ഇല്ല കേട്ടോ. എന്നാൽ ചില ആഗ്രഹങ്ങളെ, ചില പ്രാർത്ഥനകളെ, നമ്മിൽ നിന്നും ഉയരുന്ന ചില പ്രാർത്ഥനകൾ, നമ്മിൽ നിന്നും ഉയരുന്ന ചില ആഗ്രഹങ്ങൾ ദൈവം തന്നെ തൻ്റെ ഹിതമായി ഏറ്റെടുത്ത് അതിനു വേണ്ടുന്ന പദ്ധതികളെ ആവിഷ്കരിക്കും. ഹല്ലേലൂയ. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാ. കാരണം ഞാൻ കോയമ്പത്തൂർ പോയത് ഞാനായി പോയതല്ല, എന്നെ ദൈവം അങ്ങോട്ട് അയച്ചതല്ല. ഞാനൊരു ദൈവദാസന്റെ കൂടെ പോയതാ. ഞാനൊരു ദൈവദാസന്റെ കൂടെ പോയതാണ്. അവസാനം അദ്ദേഹം എൻ്റെ തലയിൽ കെട്ടിവെച്ച ഒരു ശുശ്രൂഷയായിരുന്നത്. അദ്ദേഹം പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റില്ല, ബ്രദർ നടത്തിക്കോ എന്ന് പറഞ്ഞ്. അന്ന് ഞാനിവിടെ ബൈബിൾ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹവും എൻ്റെ പ്രാർത്ഥനയും ദൈവം തൻ്റെ ഹിതമായി സ്വീകരിച്ചപ്പോൾ ഇത്രയും വർഷം വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും കർത്താവ് ഒരുക്കി തന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, നീ യഹോവയോട് പറ്റിയിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നീ ദൈവത്തോട് ചേർന്നിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നീ ഒരു യഹോവ ഭക്തനാണെങ്കിൽ, നിന്റെ ആഗ്രഹത്തെ മാനിക്കുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു. അവൻ നിന്നെ കൈവിടുന്ന ദൈവമല്ല, നിന്റെ പ്രാർത്ഥനയെ അംഗീകരിക്കുന്ന ദൈവമാണ്. പക്ഷേ നീ ഒരു യഹോവ ഭക്തനായിരിക്കണം, യഹോവയോട് പറ്റിയിരിക്കണം, യഹോവയോട് ചേർന്നിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിന്റെ പ്രാർത്ഥനയെ എൻ്റെ ദൈവം സ്വീകരിക്കും. ഹല്ലേലൂയ. അപ്പൊ യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, യഹോവയിൽ തന്നെ ആനന്ദിക്കുക, യഹോവയെ തന്നെ വിടാതെ പിടിക്കുക. പ്രൈസ് ദി ലോർഡ്. ഈ ചില പിള്ളേരുണ്ട്, ചെറിയ കൊച്ചു പിള്ളേർ, അവരുടെ അമ്മയുടെ മേത്ത് കയറി ഇരുന്ന് കഴിഞ്ഞാൽ
നമ്മൾ എത്ര പിടിച്ച് ബലം പിടിച്ചാൽ അള്ളി പിടിച്ചിരിക്കും അല്ലേ? നമ്മൾ എത്ര എടുക്കാൻ ശ്രമിച്ചാലും കിട്ടുകയില്ല കൊച്ചിന്. ആ കൊച്ചിങ്ങനെ അമ്മയുടെ മുഖത്ത് ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കും. ഇതുപോലെ ദൈവത്തെ പിടിച്ചിരിക്കുന്ന നിന്റെ പ്രാർത്ഥന എൻ്റെ കർത്താവ് ഉപേക്ഷിക്കില്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹാലി കുറച്ചുകൂടി ആഴമായി പാട്ട്. ദൈവത്തിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി, കർത്താവിന് വേണ്ടി, യേശുവിന് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ ഇറങ്ങി തിരിച്ചിട്ട് ഹല്ലേലൂയ യേശുവിനെ വിടാതെ ഇന്നയോളം നടക്കുന്നുവെങ്കിൽ നിന്റെ ആഗ്രഹത്തെ സാധിപ്പിക്കുന്ന ഒരു ദൈവമാണെന്ന് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ. യേശുവിന്റെ നാമത്തിലെ പല പ്രശ്നങ്ങൾ കടന്നു വന്നപ്പോഴും, പല ശോധനകൾ കടന്നു വന്നപ്പോഴും, പരിശോധനകൾ കടന്നു വന്നപ്പോഴും ഈ ദൈവത്തെ വിടാതെ പിടിച്ചുകൊണ്ട് ഇതാണ് എൻ്റെ ദൈവം, ഇതാണ് എൻ്റെ നാഥൻ, ഇതാണ് എൻ്റെ കർത്താവ്, ഇതാണ് എൻ്റെ യേശു, ഇതാണ് എൻ്റെ രക്ഷകൻ എന്ന് വിളിച്ചു പറഞ്ഞ നിന്റെ ആഗ്രഹത്തെ ദൈവം മാനിക്കും. Praise the Lord. Hallelujah. ഒരു ഉദാഹരണം പറയാം. കഴിഞ്ഞ ആഴ്ചയിൽ ഞാനൊരു ഭവനത്തിൽ ശുശ്രൂഷിപ്പാൻ കടന്നുപോയപ്പോൾ അവിടെ ഒരു അമ്മച്ചിയോട് സാക്ഷ്യം കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. അമ്മച്ചി താഴ്ത്തിരുന്ന് ആരാധിച്ചു കൊണ്ടിരുന്നത്. എല്ലാവരും ആരാധിക്കുന്നതിനേക്കാൾ അധികമായി ആരാധിച്ചു. ആരാധന എല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയപ്പോൾ ഞാൻ അമ്മച്ചി വിളിച്ചു ചോദിച്ചു, അമ്മച്ചി എല്ലാവരും കസേരയിലിരുന്ന് നിങ്ങൾ മാത്രം താഴ്ത്തിരുന്ന് ഇങ്ങനെ ദൈവത്തെ അന്യഭാഷയിൽ ആരാധിക്കും ഞാൻ കണ്ടു. ഞാൻ ചോദിക്കുക, ഈ സന്തോഷത്തിൻ്റെ കാരണം എന്താ? അതുവരെയും സന്തോഷിച്ച അമ്മച്ചിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ വന്നു. അമ്മച്ചി പറഞ്ഞു, പാസ്റ്റേ, കഴിഞ്ഞ 3 മാസത്തിന് മുമ്പ് എൻ്റെ മകൾ സൂയിസൈഡ് ചെയ്തു, ആത്മഹത്യ ചെയ്തു. ഭവനത്തിൽ പല പ്രശ്നങ്ങൾ കടന്നു വന്നു. ചുരുക്കമായി പറയാണ് കേട്ടോ. അവസാനം ആ മകൾ കൊച്ചുമകൾ ആരാധനയ്ക്ക് വേണ്ടി അമ്മാമ്മയുടെ കൂടെ പുറപ്പെടാൻ നിന്നപ്പോൾ സ്വന്തം ഭർത്താവ് പറഞ്ഞു, ഇവളുടെ കൂടെ പോകരുതേ, നിന്റെ അമ്മയ്ക്ക് വന്ന ഗതി നിനക്ക് വരും. ഞാനിത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. ആ അമ്മച്ചിയാണ് അവിടെ നിന്ന് ആരാധിക്കുന്നത്. ഹലോ, ആ അമ്മച്ചിയാണ് അവിടെ നിന്ന് കർത്താവിനെ സ്തുതിക്കുന്നത്. പ്രതിസന്ധിയിലും പ്രശ്നഘട്ടത്തിലും കുടുംബം ഒന്നിച്ച് എതിരായി നിന്നിട്ടും പ്രൈസ് ദി ലോർഡ് യഹോവയിൽ രസിക്കുവാൻ കഴിയുന്നത് ഒരു ദൈവഭക്തന് മാത്രമേ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് എത്ര പേര് ഇത് കേൾക്കുന്നുണ്ട്? നിന്റെ പ്രശ്നത്തിന്റെ മധ്യയിൽ ഒഴിഞ്ഞു പോകുകയല്ല, ദൈവത്തെ മുറുകെ പിടിക്കുന്നവന്റെ ആഗ്രഹത്തെ, പ്രാർത്ഥനയെ എന്റെ ദൈവം സാധിപ്പിക്കും. ഹല്ലേലൂയ. പ്രശ്നം വന്നു ഒഴിഞ്ഞു പോയി, അതല്ല. പ്രശ്നത്തിന്റെ മധ്യത്തിൽ ആ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ആ ദൈവത്തോട് പറ്റിയിരിക്കുന്ന നിന്റെ ആഗ്രഹത്തെ അല്ലാതെ, നിന്റെ പ്രാർത്ഥനയല്ലാതെ ദൈവം വേറെ ആളുടെ പ്രാർത്ഥന കേൾക്കും. ഗ്ലോറി ടു ഗോഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആലോചന ഞാൻ കൈമാറുകയാണ്. നിങ്ങളിൽ എത്ര പേർ ദൈവത്തെ ആഗ്രഹിക്കും? നിങ്ങൾ എത്ര പേർ ദൈവത്തോട് പറ്റിയിരിക്കും? നിങ്ങൾ എത്ര പേർ ദൈവത്തോട് ചേർന്നിരിക്കും? ഇന്ന് നിങ്ങൾ എത്ര പേർ ദൈവവുമായുള്ളൊരു ബന്ധത്തിലേക്ക് കടന്നു വരും? അങ്ങനെയാണെങ്കിൽ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ സാധിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ പ്രാർത്ഥനയെ കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. യേശുവിന്റെ നാമത്തിലെ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. തീർന്നിട്ടില്ല, നീ വിചാരിക്കേണ്ട, സമയം കഴിഞ്ഞിട്ടില്ല. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടിയുണ്ട്. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം സംഭവിക്കില്ല. പലരുടെയും പ്രത്യാശയ്ക്ക് ഭംഗം സംഭവിച്ചപ്പോൾ, പലരുടെയും പ്രത്യാശയ്ക്ക് കേട് സംഭവിച്ചപ്പോൾ, പലരുടെയും പ്രത്യാശ വിട്ടു നീങ്ങിപ്പോയപ്പോൾ നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം സംഭവിക്കുകയില്ല. നീ ദൈവത്തോട് പറ്റിയിരിക്കുകയാണെങ്കിൽ, ദൈവത്തോട് ചേർന്നിരിക്കുകയാണെങ്കിൽ, ദൈവമായി നിനക്കൊരു അഭേദ്യമായ ബന്ധമുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ദൂതൻ കൈമാറുകയാണ്. നിന്റെ പ്രാർത്ഥനയെ, നിന്റെ ആഗ്രഹത്തെ മാനിക്കുന്ന ഒരു ദൈവം. പലപ്പോഴും കോയമ്പത്തൂരിൽ നിന്നും തിരിച്ചു വരാൻ ആഗ്രഹിച്ച വ്യക്തിയാണ് ഞാൻ. സാഹചര്യങ്ങളും പരിശോധനകളും ഒന്നിന് പുറകെ ഒന്ന്, പക്ഷെ ദൈവം അവിടെ നിർത്തി. ഞാൻ ആദ്യത്തെ സെക്ഷനിൽ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കുക, കർത്താവേ, ഡിഫറൻ്റ് ആയൊരു തോട്ട് തരണമേ, വ്യത്യസ്തമായൊരു ചിന്ത തരണം. ഞാൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞുള്ള ദൈവദാസൻ പറഞ്ഞു, ഡിഫറൻ്റായി ചിന്തിക്കണം.
ഹലോ, ഇവിടെയുണ്ടോ നിങ്ങൾ? പ്രൈസ് ദി ലോർഡ്. അത് പറഞ്ഞ് ആമേൻ പറഞ്ഞ് കൈനുള്ളിയ ദേവദാസൻ പറയാ ഡിഫറൻ്റായി. അപ്പം ഞാൻ കാലത്ത് വന്നില്ലായിരുന്നുവെങ്കിൽ ആത്മാവിൻ്റെ കൈമാറ്റം എനിക്ക് ലഭിക്കില്ലായിരുന്നു. സ്തോത്രം. ആക്ച്വലി 10:30 മണിക്ക് സെക്ഷനിൽ വരാൻ ഞാൻ ഇരുന്നതാ. പിള്ളേരൊക്കെ കൂടിയിട്ട് വാ പപ്പ എന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുവന്നതാ. വന്നത് എത്ര നന്നായി. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു ദൈവദാസനായതുകൊണ്ട് എനിക്കും വേണ്ടുന്ന ആലോചനയെ പ്രൈസ് ദി ലോർഡ് തന്നിട്ടാണ് ആ ദൈവദാസൻ അയച്ചത്. ഇന്ന് രണ്ടാമത്തെ സെക്ഷനിൽ വന്നിരിക്കുന്ന നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, നിന്റെ ആഗ്രഹത്തെ മാനിക്കാതെ എൻ്റെ കർത്താവ് നിന്നെ വിടുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹാലി, ഈ ഭൂമിയിൽ നിന്നും നീ മാറുന്നതിന് മുൻപ് നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ദൈവം തരും. നിന്റെ ആഗ്രഹത്തെ കർത്താവ് മാനിക്കും. നിന്റെ ആഗ്രഹവും ദൈവത്തിൻ്റെ ആഗ്രഹവും നിന്റെ പ്രാർത്ഥനയും ദൈവഹിതവും ഒന്നിച്ച് വെളിപ്പെടുമ്പോൾ അവിടെ അത്ഭുതം നടക്കും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? പ്രൈസ്. എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. പ്രൈസ് ദി ലോർഡ്. ഹാലി, ഒരു 5 നിമിഷം ഹല്ലേലൂയ ഞാൻ നിങ്ങൾക്ക് തരികയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ റിമ ഹംദൽ ബൗഡ റമന ജുലാത്തറ, യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ പറയേണ്ടത് പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് പകൽക്കാലം ഏൽപ്പിക്കുവാൻ കഴിയുമോ? ഒരു അഭേദ്യമായ ബന്ധം ദൈവവുമായി യേശുവുമായി നിനക്കുണ്ടെങ്കിൽ, ഹല്ലേലൂയ, വിട്ടുപിരിയാത്ത ഒരു ബന്ധം നിനക്ക് യേശുവുമായിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഭംഗം വരികയില്ല, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. നീ എന്ത് ആഗ്രഹിച്ചുവോ പ്രൈസ് ദി ലോർഡ് കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ല, ഈ വർഷത്തിന്റെ ആരംഭത്തിൽ നീ എന്ത് ആഗ്രഹിച്ചുവോ അത് ആഗ്രഹിച്ച് ഹല്ലേലൂയ കർത്താവിനെ വിടാതെ വണ്ണം കർത്താവിനെ പിടിച്ചുകൊണ്ട് ഈ നിമിഷം വരെയും പ്രൈസ് ദി ലോർഡ് യേശു തന്നെ എൻ്റെ രക്ഷകൻ, യേശു തന്നെ എൻ്റെ ദൈവമെന്ന് വിളിച്ചു പറഞ്ഞെങ്കിൽ, പ്രിയ മകളെ, പ്രിയ മകനെ, ഹല്ലേലൂയ, ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചത് നിന്റെ കണ്ണ് കാണും. നീ അത് അനുഭവിക്കും. അതിലേക്ക് ദൈവം നിന്നെ കൈപിടിച്ച് നടത്തും. ഓ റബ ശാന്തുരാദല, ഓ റമന ഹസ്ത റബാല ജനാദല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർ ഈ ദൂതിനെ പ്രതികരിക്കും? യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, അതേ കർത്താവേ, ഹല്ലേലൂയ, ഇതുവരെ ഞാൻ അങ്ങേക്ക് വേണ്ടി നിന്നു, അങ്ങേക്ക് വേണ്ടി നിന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവേ, ഇതുവരെക്കും ഞാൻ അങ്ങേക്ക് വേണ്ടി നിന്നു. അങ്ങനെ ദൈവം നിനക്ക് വേണ്ടി നിൽക്കുന്ന ദിവസങ്ങളാണ്, നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദിവസമാണ്. കഷ്ടതയുടെ മധ്യത്തിലോ ശോധനയുടെ മധ്യത്തിലോ ദൈവത്തെ വിടാതെ പിടിച്ചതുകൊണ്ട് ഇന്ന് പകൽക്കാലം വിളിച്ചു പറയട്ടെ, ദൈവം നിന്നെ മാനിക്കുന്ന ദിവസങ്ങളാണ്. ഓ രാബാല ശംദല റബലവ, ഓ രമന ജുലാദല ഹംദൽ ബൂഡാ റബലവ, ഓ റിഖമന ജുലാദല അർത്തുന രമന ജുലാദല ഹംദൽ ബൂഡാ റബ ശംദൽ ബൂഡാ റബ റീബൽ ഘടകജൻ ഹംദല. യേശുവിന്റെ നാമത്തിൽ ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ നിവർത്തിക്കുന്ന എൻ്റെ ദൈവം, ഹല്ലേലൂയ, വിശുദ്ധന്മാരുടെ ആഗ്രഹങ്ങളെ നിവർത്തിക്കുന്ന എൻ്റെ കർത്താവ് ഇന്ന് പകൽക്കാലം എഴുന്നേൽപ്പ് വന്നിട്ടുണ്ട്. നിന്റെ കണ്ണിനീര് കണ്ടിട്ട് അല്ലല്ലോ നീ വിട്ടുപോകാതെ എന്നെ സ്നേഹിച്ചുകൊണ്ട് നീ നിന്നതുകൊണ്ട് നിന്റെ ആഗ്രഹത്തെ മാനിക്കുന്ന എൻ്റെ കർത്താവ് ഇന്നും ജീവിക്കുന്നു. ഓ രാജാന ശേഖാനാദ റീമാന ജുലാദല ഹംദൽ ബൗഡാറബ. കർത്താവേ, ഹല്ലേലൂയ, ഇത്ര വർഷം ഞാൻ അങ്ങയെ സേവിച്ചല്ലോ, ഇത്ര വർഷം ഹല്ലേലൂയ അങ്ങയെ വിടാതെ പിടിച്ചല്ലോ. അപ്പാ, ഇത്ര വർഷം ഞാൻ പറ്റിയിരുന്നല്ലോ. ഹല്ലേലൂയ, ഞാൻ പിന്നെയും കീഴെ പോകുന്ന അവസ്ഥയിലാണോ? അല്ല മകളെ, അല്ല. പ്രൈസ് ദി ലോർഡ്. എന്നോട് പറ്റിയിരിക്കുന്ന നിന്നെ ഞാൻ വിടുവിക്കുമെന്ന് ദൈവത്തിന്റെ വചനം ശക്തമായി വിളിച്ചു പറയുകയാണ്. വിടുതലിന്റെ ഒരു വഴി, വിടുതലിന്റെ ഒരു വാതിൽ. യെസ്, ഹല്ലേലൂയ. റിമ ഹംദൽ ബൗഡ റമന ജലാദല. പ്രൈസ് ദി ലോർഡ്. നീ പറ്റിയിരുന്നത് കൊണ്ട്, നീ ചേർന്നിരുന്നത് കൊണ്ട്, നീ ദൈവത്തിൽ ആനന്ദിച്ചതുകൊണ്ട്, നീ കർത്താവിൽ രസിച്ചതുകൊണ്ട് എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി ഒരു അത്ഭുതത്തിന്റെ വാതിൽ, ഒരു അത്ഭുതത്തിന്റെ വാതിൽ നിനക്ക് വേണ്ടി തുറന്നു വരികയാണ്. Oh Master, hallelujah. Oh loving Jesus, Riba Kamanadala, Arthuna Janadala, Shamdal Buddha Rabalaba, Udalagada Rabantanaga, Ribal Gadaga Namdala Raba, Ribal Ushara Gadaga, Marabadi Parishuthanma Orpikuno, Palorium Pratyasiki Bangamanopo, Palium Pratyasa Kadai Poyopo, Hallelujah, Ninda Pratyasiki Bangamarigilla, Ninda Pratyasiki Bangamila, Nian the Vishwasijikuno, Nian Pudicikuno, Niare Vishwasijikuno, Ah, Davan and the Wine to all. Satan Hura Shekanadala
റഷ്കമനദുലീക. ആരോടും പറയാതെ നിന്റെ കണ്ണുനീരുകൊണ്ട് കർത്താവിൻ്റെ പാദം നീ തുടച്ചെങ്കിൽ, നിന്റെ കണ്ണുനീര് കൊണ്ട് കർത്താവിൻ്റെ പാദത്തെ നീ കഴുകിയെങ്കിൽ, ആ യേശുവെ നീ വിട്ടുവിടാതെ നീ പിടിച്ച് ചേർത്ത് പിടിച്ചെങ്കിൽ, മകളെ, നിന്നെ ചേർത്ത് പിടിക്കുന്ന കരങ്ങളുണ്ട്. നിന്നെ മാർവോട് ചേർത്ത് പിടിക്കുന്ന കരങ്ങളുണ്ട്. നിന്നെ ബലപ്പെടുത്തുന്ന കരമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിന്റെ കഷ്ടദോഷം നീ ദൈവത്തെ കൈവിട്ടില്ല. അങ്ങനെ നിന്നെ കൈവിടാത്തൊരു ദൈവം ഇന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. അവന്റെ സാന്നിധ്യം ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. പിടിച്ചുകൊള്ളുക യേശുവേ. ആ ദൈവം നിന്റെ പ്രാർത്ഥനയെ, ആഗ്രഹത്തെ മാനിക്കും. കണ്ണുകളെ അടയ്ക്കാം. ഓ റബ ശാന്തുരാധന ഹംദൽ ബൗഷാറ ബലബ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക. അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ആഗ്രഹങ്ങളെ സാധിപ്പിക്കും. പ്രൈസ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. ആഗ്രഹങ്ങളെ സാധിപ്പിക്കും. ആഗ്രഹങ്ങളെ കർത്താവ് നിവർത്തിക്കും. വിടരുത്. യേശുവിനെ നീ വിടരുത്. ആരെല്ലാം വിട്ടുപോയാലോ യേശുവിനെ നീ വിടരുത്. യേശുവിനെ നീ വിടരുത്. യേശുവിന് വീണ്ടും വീണ്ടും ആ ശബ്ദം നിന്റെ കാതിൽ മുഴങ്ങുകയാണ്. യേശുവിനെ നീ വിടരുത്. യേശുവിനോട് പറ്റിച്ചേരുക. യേശുവിനെ പിടിച്ചുകൊള്ളുക. പൗലോസ് പറഞ്ഞത്, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്ന് മുന്നോട്ട് ഓടുക. യെസ്, മുന്നോട്ട് ഓടുന്ന നിന്നോട് കൂടെ ഓടുവാൻ കർത്താവ് കൂടെയുണ്ട്. പതറരുത്. നിരാശപ്പെടരുത്. കർത്താവ് നിന്നോട് കൂടെയുണ്ട്. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം സംഭവിക്കുകയില്ല. പരിശുദ്ധനും നിത്യനും